എല്ലാം പൂർണ്ണമായിട്ട് മാറി. എനിക്കിനി ഒരു അസുഖവും ഇല്ല എന്നാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഇത്രയും മണിക്കൂറുകളോളം ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ വേദന ഇല്ല, അതും ഒറ്റ ദിവസം കൊണ്ട് മാറി. ക്ലാസ് അല്ല, എൻവൈഎൽ ഹീലിംഗ്. പലരും ചോദിക്കുമ്പോൾ പല നെഗറ്റീവ് ആൻസേഴ്സാണ് പറയണത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവമെങ്കിലും ഒരു 10 പേര് പ്രചോദനമാവണം, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്നറിയാമെന്ന്. എനിക്ക് 28 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. ഒരു 15 വർഷമായിട്ട് BP-യുടെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് താഴെ ഇരിക്കാനോ മുട്ട് കുത്താനോ സ്റ്റെപ്പ് കയറാനോ ബുദ്ധിമുട്ടായിരുന്നു. എന്നുവെച്ചാൽ തീരെ ഞാൻ ചെയ്യില്ലായിരുന്നു, താഴെ ഇരിക്കില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാ അസ്വസ്ഥതകളും മാറി. കാലിന് മസിൽ കയറ്റവും ഇല്ല, വിരൽ കോച്ചി പിടിക്കുന്നതില്ല. പിന്നെന്താണ്, താഴെ ഇരുന്ന് എഴുന്നേൽക്കാം, മുട്ട് കുത്താം. വയറിൻ്റെ അസ്വസ്ഥതകൾ പൂർണ്ണമായിട്ടും മാറി. എനിക്ക് അൾസറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പൂർണ്ണമായിട്ട് മാറി. എനിക്കിനി ഒരു അസുഖവും ഇല്ല എന്നാണ്. വായിൽ നിറയെ പുണ്ണായിരുന്നു. അതെനിക്ക് ഒരു കാലത്തും മാറില്ല. വൈറ്റമിൻ സിയും അതും ഇതൊക്കെ ഡോക്ടേഴ്സ് തന്നിട്ടിരുന്നതാണ്. പക്ഷേ അതിൽ ഒരു ഡോക്ടർ പറഞ്ഞു, കൊളസ്ട്രോളിൻ്റെ ഗുളികയും ഷുഗറിൻ്റെ ഗുളികയും കഴിക്കുന്നത് കൊണ്ട് ഇത് മാറിക്കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ദൈവം ഈ ഗുളിക എങ്ങനെ നിർത്തും? അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് സാറിൻ്റെ ലൈവ് പ്രോഗ്രാം എൻ്റെ ഫോണിൽ ഞാൻ കണ്ടത്. പിന്നെ ഞാൻ അത് മാത്രം കാണാൻ തുടങ്ങി. അന്നാണ് സാറ് BP-യുടെ മുദ്ര പിടിക്കുന്നത് കാണിച്ചത്. അന്ന് തുടങ്ങി ഞാൻ BP-യുടെ മുദ്ര പിടിച്ച് രാത്രി കഴിക്കാൻ തന്ന എക്സ്ട്രാ ഗുളിക ഞാൻ കഴിച്ചില്ല. ഒരു മാസം BP-യുടെ മുദ്ര പിടിച്ചു. ഞാൻ മറുപടി ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തു. ഡോക്ടറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞെന്നറിയോ? അത് ഞാൻ എഴുതി തന്ന ഗുളിക പവർഫുള്ളാണ്, 19 പോയിന്റ് BP കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുദ്ര പിടിച്ചിട്ടാ പറഞ്ഞെന്ന് പറഞ്ഞില്ല. ഗുളിക ഇനി പോയി ഞാൻ പറയും, ഇനി പഠിത്ത ചെക്കപ്പിന് കുഴപ്പമൊന്നറിയാവോ? ഇനി ഇതേ കേസായിട്ട് വരുന്നവർക്ക് ഈ പാവങ്ങൾ അതിനെടുത്ത് കൊടുക്കണേ, കാരണം അവർക്ക് കുറഞ്ഞല്ല. എന്റെ മകന് ഫിക്സ് ആണ്. ഞാൻ അന്ന് തിങ്കളാഴ്ച രാവിലെ ഗുളിക കഴിച്ചിട്ടാ വന്നത് ഇവിടെ. അന്നത്തോടെ ഞാൻ നിർത്തി. ഇതുവരേക്കും ഒരു ഗുളികയും കഴിക്കുന്നില്ല. ഞാൻ സുന്ദരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം കൊണ്ട് എന്റെ അസുഖം മാറിയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഉറങ്ങാൻ മരുന്ന് കഴിച്ചിട്ടിരുന്ന കുട്ടി 4-ാം തീയതി തിങ്കളാഴ്ച തുടങ്ങി ഞാൻ മരുന്നും ഇഞ്ചക്ഷനും ഒന്നും കൊടുത്തിട്ടില്ല. ആ കുട്ടി നന്നായി രാത്രി ഉറങ്ങുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം പടിപ്പടിയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടി ഒന്ന് എനിക്ക് നേടാ. കുട്ടി ഇപ്പം കുട്ടിയാണോ? ഇപ്പൊ വലുതായി, എന്താ ഷറായി മാറിക്കോളൂ അല്ലേ? ഷുഗറിന് ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായി. BP-ക്ക് ഗുളിക ഒരു 10 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിൽ ഇതുമാതിരി കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതായത് മൈക്രോ ആൽബുമിൻ ലീക്കാണ്, മൂത്രത്തിൽ പത വരുന്നു. ഈ സമയത്താണ് ഞാൻ സാറിൻ്റെ വീഡിയോ കാണുന്നത്. എനിക്ക് എങ്ങനെയും കൂടെ വരണം എന്നൊരു ആഗ്രഹത്തിലാണ് പുള്ളിയെ വിളിച്ചത്. ഞാനിവിടെ വന്നിത് മാറിയിട്ട് ഇതേമാതിരി ഈ പറയുന്ന എത്രയോ ആൾക്കാർ ഇതുമാതിരി കാണുന്നതാണ് സാർ. പലരും ചോദിക്കുമ്പോൾ പല നെഗറ്റീവ് ആൻസേഴ്സാണ് പറയണത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവമെങ്കിലും ഒരു 10 പേര് പ്രചോദനമാവണം, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്നറിയാമെന്ന്. എനിക്ക് വന്നപ്പോൾ നടുവിൽ ഇവിടെ ഒരു വേദന ഉണ്ടായിരുന്നു. ഈ സൈഡിൽ ഇവിടെ ഒരു വേദന. ഫസ്റ്റ് ദിവസം സാറ് ഡെമോ കാണിച്ച ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ആ വേദന മാറി. ഒരു 2 സെക്കൻഡ് ആ വേദന മുഴുവായിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിലെ ഷോൾഡറിൽ ഫ്രോസൺ ഷോൾഡർ എന്നറിയില്ല, പക്ഷെ ഞാൻ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ സാറിനടുത്ത് എങ്ങനെയും കൂടെ എത്തുന്നത് ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇടയിലെ കയറി വന്നു സാർ കൈയൊന്ന് പിടിച്ച് കുലിക്കുക. ഒരു 5 മിനിറ്റുള്ള ഒരു 90% എന്ന് പറയാം സാർ. ഇപ്പോൾ ചെറുതായിട്ട് തിരിക്കുമ്പോൾ ചെറിയൊരു വേദനയെന്നല്ലാതെ അതിൻ്റെ മാക്സിമം, അതായത് 90% വേദന എനിക്ക് അതും മാറിക്കിട്ടി. പിന്നെ വന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കൂടെ റൂം എടുത്തു സാർ. ആ സമയത്ത് 11 ഗുളിക ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. 11 ഗുളിക, അത് എക്കോസ്പ്രിൻ അടക്കം. ഒരു ദിവസം പോലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എക്കോസ്പ്രിൻ ഗുളിക അടക്കം ഞാൻ 11 ദിവസം കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. 11 ഗുളികകൾ. ഇപ്പോൾ വന്ന് ഞായറാഴ്ച രാത്രി ആദ്യത്തെ രാത്രിയല്ല സാർ, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം ഈ സമയത്ത് ഒരു ടാബ്ലറ്റ് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ ശരീരത്തിൽ യാതൊരു കുഴപ്പമില്ല സാർ. കാണുന്ന രീതിയിൽ പ്രത്യക്ഷമായിട്ട് ഞാൻ നല്ല ഉന്മേഷമാണ്. അതേമാതിരി ഭക്ഷണം രാവിലെ ഞാൻ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 7 മണിയാകുമ്പോഴേക്ക് ചെറിയൊരു വിശപ്പ് എന്തായാലും ഉണ്ടാവും. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നേരത്തെ വിശക്കും. ഒരു 6 മണിക്ക് എഴുന്നേറ്റ് 8 മണിക്ക് 2 മണിക്കൂർ ഗ്യാപ്പിൽ വിശക്കുന്ന സമയത്ത് 2 ബിസ്ക്കറ്റ് ഒരു കാലി ചായയെങ്കിലും ഇതോടെ ഞാൻ കുടിക്കാറുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു വിശപ്പേ ഇല്ല. ഈ സമയം വരെ ഞാൻ ഒരു ഫുഡ് ഇന്ന് കഴിച്ചിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ ഓക്കെയാണ്, ഫ്രഷ് ആയിട്ട് സാർ. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മൈഗ്രെയിൻ. ഭയങ്കര തലവേദനയായിരിക്കും. അത് ഇവിടെ വന്ന് ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് മാറി, പിന്നെ അത് വന്നിട്ടില്ല. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ മാറി ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇടക്കിടക്കുള്ള തലവേദന സഹിച്ചൊക്കെ അറിയുള്ളൂ. കാരണം ഭ്രാന്ത് പിടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ആ സമയത്ത് സാറ് പറഞ്ഞ ഒരു പൊരുന്തപ്പൊഴിൻ്റെ സ്വഭാവം. കാരണം ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ദേഷ്യപ്പെടുക, ആ സമയത്ത് ദേഷ്യപ്പെടും. പിന്നെ തലവേദനയൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോട് ദേഷ്യപ്പെട്ടല്ലോ എന്നുള്ള റിഗ്രറ്റ് നടക്കും. അങ്ങനെ മൈൻഡ് മൊത്തം എപ്പോഴും ഒരു ഭാരമായിരിക്കും. ഇവിടെ വന്നിട്ട് ആ തലവേദന മാറി, ദേഷ്യം കുറഞ്ഞ് പിന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയി സത്യം പറഞ്ഞാൽ.
പിന്നെ പറഞ്ഞാല് കുറച്ച് വർഷങ്ങളായിട്ട് ഒരു 9 വർഷമൊക്കെ ഞാൻ ചെരുപ്പ് യൂസ് ചെയ്യുന്ന ആളാണ്. അകത്താണെന്നുണ്ടെങ്കിലും ചെരുപ്പ് യൂസ് ചെയ്യും. തറയിൽ അങ്ങനെ ചവിട്ടി നടക്കാത്ത ആളാണ്. അത് എന്താ പറയുക ഭയങ്കര ഉത്തേജനമാണ്. കോളേജിലാവുമ്പോൾ നമുക്ക് ചെരുപ്പ് ഊരണം. ചെരുപ്പ് ഊരി നടന്നപ്പോൾ എനിക്ക് കാലിന് വേദന വന്ന് തണുപ്പ് കയറിയിട്ട് അങ്ങനെ ഷോക്സ് ഇട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ 3 മണിക്കൂറുകളും ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആ വേദന ഇല്ല. അതും ഒറ്റ ദിവസം കൊണ്ട് മാറി. അപ്പൊ എനിക്ക് ഒരു ഉത്തേജനം ഇല്ലാണ്ട് ചെരുപ്പില്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ക്ലാസ് അല്ല, NYL ഹീലിംഗ്. ഹീലിങ്ങോട് എനിക്കത് മാറിയിട്ടുണ്ട്. പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയത്. പല്ലുവേദന എന്നാൽ അറ്റത്ത് പല്ല് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വേദന ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഞാനും പോയത്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി നിനക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിനക്ക് വേദന വരും, അപ്പൊ നീ മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ തന്നായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് 3 ദിവസം ഇവിടെ വന്നു. ഇതിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഫസ്റ്റിൽ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ 2 മാസമായിട്ട് ആ പല്ല് വരുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇടങ്ങേറും എനിക്കില്ല. മറ്റൊരു ഫുഡ് പോലും കഴിക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ ആ ഒരു വേദനയെ പോയി. അങ്ങനെ കുറെ മാറ്റങ്ങൾ എനിക്ക് ഹീലിങ്ങിനോട് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് എൻ്റെ ദേഷ്യം പറഞ്ഞു, അതെനിക്ക് വലിയൊരു കാര്യമാണ്. എനിക്ക് ആർത്രൈറ്റിസ് ആണ്. 18 വർഷമായിട്ട് ആർത്രൈറ്റിസ് ഉണ്ട്. തൈറോയിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, കണ്ണിന് തിമിരമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ഓരോ ദിവസം ഓരോ ജോയിന്റിനും വേദനയാണ്. അപ്പോൾ ഇവിടെ ഞാൻ തിങ്കളാഴ്ച മുതലാണ് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ അന്ന് തോളിന് വേദനയായിരുന്നു. അന്ന് പോയപ്പോഴേക്കും ആ തോളിൻ്റെ വേദന മാറി. പിന്നീട് ആ ഭാഗത്ത് വേദന ഉണ്ടായില്ല. പിന്നെ അടുത്ത ദിവസം ഈ ഷോൾഡർ മുട്ടിനായിരുന്നു വേദന. രാവിലെ വന്നപ്പോൾ മുട്ടിന് വേദനയായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ആ വേദന മാറിയിട്ടാണ് ഇറങ്ങിയത്. ഇന്ന് വന്നപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. അതിവിടെ വന്നപ്പോൾ കഴിഞ്ഞു. ഇവിടെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തല കറങ്ങി. മൊത്തം ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ ഈ ആൻറ്റീനോട് ഞാൻ പറഞ്ഞു എനിക്ക് തല കറങ്ങുന്നെന്ന്. അപ്പോൾ അവർ ഇവരോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി വന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയില്ല, അപ്പം തന്നെ ഓക്കെ ആയി. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല മാറ്റം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്.